വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ നമുക്ക് സൂപ്പർ കോപ്പ ഡി എസ്പാനിൻ്റെ ഫൈനലിനെ കുറിച്ച് സംസാരിക്കാം. ഫൈനലിൻ്റെ ഒരു പ്രിവ്യൂ ആണ് നമ്മൾ സംസാരിക്കുന്നത്. നടക്കാൻ വേണ്ടി പോകുന്നത് ഒരു എൽ ക്ലാസിക്കോ ആണ്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഹൈപ്പ് ഈ ഒരു മാച്ചിനുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ബാഴ്സൻ്റെ ഫോം അത്ര മോശമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗിൽ മോശമാണ്. പക്ഷേ സ്റ്റിൽ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സ് അവിടെ ഉണ്ട്. റയലാണെങ്കിൽ കത്തുന്ന ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. തുടക്കത്തിലൊരു ഡിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ തനത് ഫോമിലേക്ക് മാച്ച് ബൈ മാച്ച് ഇങ്ങനെ കടന്ന് ഫൈനലിൽ എത്തിയിട്ടുണ്ട്. എംബാപ്പെ ആണെങ്കിലും വിനീഷ്യസ് ആണെങ്കിലും ജൂഡാണെങ്കിലും എല്ലാവരും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ ഒരു മാച്ച് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതിൻ്റെ ജസ്റ്റ് പ്രിവ്യൂ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വിടാം. ഓക്കെ, അപ്പം മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഓൺ ദ പേപ്പർ നോക്കുവാണെങ്കിൽ റയലിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ റീസെൻറ്റ് ഫോം നോക്കുന്ന സമയത്ത് റയലിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ന്യൂട്രൽസൊക്കെ ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് റീസെൻറ്റ് ഫോംസൊക്കെ നോക്കിയിട്ട് റയലിനെ തന്നെ ആയിരിക്കും ഫേവർ ചെയ്യാം. കാരണം അവസാനത്തെ 5 മാച്ചൊക്കെ നോക്കുവാണെങ്കിൽ ബാഴ്സക്ക് പൂവർ റിസൾട്ട്സാണ്. ലീഗൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ പൂവർ റിസൾട്ട്സാണ്. പക്ഷേ റയലിന് നോക്കുമ്പോൾ നല്ല റിസൾട്ട്സാണ്. അവർക്ക് നല്ല വിജയങ്ങൾ നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പ്ലെയേഴ്സ് ഇപ്പം വിനീഷ്യസ്, എംബാപ്പെ, ജൂഡ്, ഫെഡെ വാൽവേർഡെ അടക്കമുള്ളവർ സൂപ്പർ ഫോമിലാണ് നിലവിലുള്ളത്. സോ ന്യൂട്രൽസിൻ്റെ കണ്ണിൽ നോക്കുന്ന സമയത്ത് റയലിനെ ഒരു ഫേവറേറ്റായിട്ട് അവർ കാണും. അത് ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല. കാരണം നിലവിൽ ഫോം വെച്ച് നോക്കുമ്പോൾ റയലാണ് ബെറ്റർ എന്നൊക്കെ നമുക്ക് പറയാം. നമുക്ക് ഫസ്റ്റ് 2 ടീമിൻ്റെയും ഒരു എക്സ്പെക്റ്റഡ് ലൈനപ്പ്, ഒരു പ്രഡിക്ഷൻ നോക്കാം. ലൈനപ്പിൻ്റെ ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും. റയലിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഗോൾ കീപ്പറായിട്ട് അവിടെ കോർട്ടുവണ്ടായിരിക്കും. ഓരോ പ്ലെയേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാം. കോർട്ടുവൻ്റെ കേസിൽ അറിയാലോ, ബിഗ് ഗെയിം പ്ലെയറാണ്. എപ്പോൾ എങ്ങനെയും സേവ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. സോ കോർട്ടുവ അവിടെ ഉണ്ട്. സെൻറ്റർ ബാക്ക് പെയറായിട്ട് ഷൊമേനിയും അതുപോലെ തന്നെ റൂഡിഗറുമാണ് ഉള്ളത്. റൂഡിഗർ സോൾഡ് ആണെന്ന് നമുക്കറിയാം. ആ ഒരു എൽ ക്ലാസിക്കോയിൽ എത്തുന്ന സമയത്ത് ആളുടെ ഒരു അഗ്രഷനൊക്കെ ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ ഷൊമേനി ഉണ്ട്. ഷൊമേനി ഒരു സെൻറ്റർ ബാക്ക് അല്ല, ആൾ ശരിക്കും ഒരു DM ആണ്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആൾ സെൻറ്റർ ബാക്കായിട്ട് കളിക്കേണ്ടി വരികയാണ്. അപ്പം ഷൊമേനിൻ്റെ സൈഡ് എങ്ങനെയെങ്കിലും ബാഴ്സ എക്സ്പ്ലോയിറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഷൊമേനിനെ എങ്ങനെയെങ്കിലും ഒന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഗോളിന് വഴി തുറക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു സീസണിൽ ആൾ മോശമായിരുന്നില്ല. അപ്പം കഴിഞ്ഞൊരു മാച്ചൊന്നും ആൾ CB കളിച്ചപ്പോൾ മോശമായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ സീസണിൽ ആൾ CB കളിച്ച സമയത്ത് പലപ്പോഴും പതറിപ്പോവാറുണ്ടായിരുന്നത് ചില മാഡ്രിഡ് ഫാൻസൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അതാണ്. പക്ഷേ എങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലും ആൾ ഡിഫെൻസീവ്ലി സോൾഡ് ആയിട്ടുള്ള ആളാണ്. ഇപ്പോൾ DM കളിക്കുകയാണെങ്കിൽ പോലും ആൾ ഡിഫെൻസീവ്ലി അത്യാവശ്യം സോൾഡാണെന്ന് നമുക്കറിയാം. സോ ആൾക്കാർ ക്യാപ്പബിലിറ്റീസ് ഉണ്ട്. പക്ഷേ അവർക്ക് എങ്ങനെയായാലും ഒരു നാച്ചുറൽ സെൻറ്റർ ബാക്ക് അവിടെ ഇല്ലാത്ത ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ അവിടെ ഒരു ഓപ്ഷൻ ആയിട്ടുള്ളത് റൗൾ അസെൻസിയോ ആണ്. റൗൾ അസെൻസിയോ ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് ടീം പ്ലെയർ എന്നുള്ള ക്വാളിറ്റി ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ എങ്ങനെ ആയിക്കഴിഞ്ഞാലും അവിടെ ഒരു റിസ്കിന് ആൻസലോട്ട് തയ്യാറാവില്ല. എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷൊമേനിയനായിരിക്കും. കഴിഞ്ഞൊരു മാച്ചിൽ ആൾക്കൊരു ഇഞ്ചുറി പ്രശ്നമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ റിക്കവർ ആയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ റൈറ്റ് സൈഡിൽ വാസ്കുസ് ആയിരിക്കും, ലെഫ്റ്റ് സൈഡിൽ മെൻഡി ആയിരിക്കും. വാസ്കുസ് പിന്നെ കുറച്ചുകൂടെ അറ്റാക്ക് ചെയ്യും, മെൻഡി കുറേ കൂടി ഡിഫെൻസീവാണ്. പക്ഷേ മെൻഡി ഇടക്ക് നോക്കുന്ന സമയത്ത് ആൾക്കൊരു ബോൾ വാച്ചിങ് ടെൻഡൻസിയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ വാസ്കുസ് എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ റൈറ്റ് ബാക്ക് അല്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ആൾ റൈറ്റ് ബാക്ക് സൈഡിൽ എൽ ക്ലാസിക്കോയിലേക്കൊക്കെ വരുമ്പോൾ സോൾഡായിട്ട് പെർഫോം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഡൗട്ടില്ല. മിഡിലേക്ക് വരുന്ന സമയത്ത് വൽവേർഡെ ഉണ്ടാവും, അതേപോലെ തന്നെ കമവിംഗ ഉണ്ടായിരിക്കും. രണ്ടാളെ കുറിച്ചും പറയേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടാളും മരിച്ച് പണിയെടുക്കുന്ന 2 മിഡ്ഫീൽഡർമാരാണ്. ഗ്രൗണ്ട് മുഴുവൻ ഓടിക്കളിക്കും, ഗോളടക്കം അടിക്കാൻ കെൽപ്പുള്ള ആൾക്കാരാണ്, എസ്പെഷ്യലി ഫെഡെ വാൽവേർഡെ. പിന്നെ ഏത് റോളിലും ഇടാൻ പറ്റിയൊരു മനുഷ്യനാണ് ഈ കമവിംഗ. ഇനിയിപ്പോൾ അത്യാവശ്യത്തിന് അവർക്ക് ലെഫ്റ്റ് ബാക്ക് സൈഡ് നമ്മളിനി അധികമായിട്ട് മെൻറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇൻ കേസ് മെൻറ്റ് ഡിപ്പായി കഴിഞ്ഞാൽ അവർക്ക് അവിടെ പിടിച്ചിട്ട് കമവിംഗനെ ഇടാം. അപ്പോൾ കമവിംഗ എന്ന് പറയുന്ന ഒരു പ്ലെയർ ടീമിലുള്ളപ്പോൾ അങ്ങനത്തെ കുറച്ച് ലക്ഷറികളുണ്ട്. ഓക്കെ, അപ്പം ഈ കമവിംഗൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കമവിംഗ മൾട്ടിപ്പിൾ പൊസിഷൻസ് കളിക്കും. ചിലപ്പോൾ ലെഫ്റ്റിൽ കമവിംഗനെ, ഇപ്പോൾ കഴിഞ്ഞ മാച്ചിലൊക്കെ പല ഫാൻസും അഭിപ്രായപ്പെടുന്നതായിട്ട് കണ്ടു, നമ്മൾ ലെഫ്റ്റിൽ കമവിംഗൻ ഇടണം, അവിടുന്ന് മെൻറ്റിനെ മാറ്റിക്കൊണ്ടുവന്ന്. ഓക്കെ, പിന്നെ മേലേക്ക് നോക്കുന്ന സമയത്ത് ജൂഡ് ഉണ്ടാവും ആ ഒരു പിവട്ടിൻ്റെ മുകളിൽ. ഇപ്പോൾ ജൂഡ് നിലവിൽ കിടിലം ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾ ലീഗിൻ്റെ തുടക്കത്തിൽ, അതായത് സീസണിൻ്റെ തുടക്കത്തിൽ കുറച്ച് ഡിപ്പായിരുന്നെങ്കിൽ പോലും അവസാനത്തെ ഒരു 10-12 മാച്ച് എടുക്കുകയാണെങ്കിൽ 13ഓളം ഗോൾ കോൺട്രിബ്യൂഷൻസ് ആൾക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. സോ ജൂഡ് ഈസ് ബാക്ക് എന്ന് പറയുന്ന സമയത്ത് ആൾ മുൻപൊക്കെ
ഈ ഗോൾ വരാത്ത സമയത്തൊക്കെ ആൾ പക്കായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ആൾ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ ആണെങ്കിലും ബോൾ ഡെലിവർ ചെയ്യുന്നതാണെങ്കിലും. അപ്പം അത്തരത്തിലുള്ളൊരു മിഡ്ഫീൽഡർ എടുക്കേണ്ട പണിയൊക്കെ എടുക്കുന്നുണ്ട്. ഗോൾ വരുന്നില്ല എന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഗോളും അസിസ്റ്റും ഒക്കെ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ആൾ ആ ഒരു സെമി ഫൈനലിൽ മയോർക്കെതിരെയും ക്രൂഷ്യലായിട്ടുള്ള ആ ഒരു ഓപ്പണിംഗ് ഗോൾ അവിടെ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നോക്കുന്ന സമയത്ത് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ ഫോർവേഡ്, ലെഫ്റ്റിൽ വിനി, റൈറ്റിൽ റോഡ്രിഗോ, സെൻട്രൽ എംബാപ്പെ. അതിൽ എംബാപ്പേൻ്റെ കേസ് പറയുകയാണെങ്കിൽ കഴിഞ്ഞൊരു എൽ ക്ലാസിക്കോയിലേക്ക് വരുന്ന സമയത്ത് എംബാപ്പെ ഇത്തിരി വീക്കായിരുന്നു. അതായത് എംബാപ്പെ വന്ന സമയമാണ് നമുക്കും എല്ലാവർക്കും സംശയമാണ് എംബാപ്പെ ലെഫ്റ്റ് കളിക്കുമോ സെൻറ്റർ കളിക്കുമോ ഇനി താഴെ കളിക്കുമോ, ഫുൾ കൺഫ്യൂഷനായിരുന്നു. എംബാപ്പെ അഡാപ്റ്റായി വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം എംബാപ്പെ പെർഫെക്റ്റ് ഫിറ്റായിട്ടുണ്ട്. എംബാപ്പെ എവിടെ കളിക്കുന്നത് നമുക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ട്. വിനി എവിടെ കളിക്കുന്ന ധാരണ കിട്ടിയിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒന്നും നിലനിൽക്കുന്നില്ല. ഇടയ്ക്ക് സീസണിൻ്റെ തുടക്കത്തിൽ ഇടയ്ക്ക് രണ്ടാളും ലെഫ്റ്റിൽ പോയി നിൽക്കുന്നു, എന്നാൽ പിന്നെ രണ്ടാളും കറക്റ്റ് മൂവ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ, അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കൺഫ്യൂഷൻസൊക്കെ വിട്ടുമാറിയിട്ടുണ്ട് എന്നുള്ളത് റയലിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പോസിറ്റീവാണ്. സെൻറ്ററിൽ ഒരു എംബാപ്പയും അതുപോലെ തന്നെ ഈ ബെല്ലിംഗ്ഹാമും ഉള്ളൊരു കോമ്പിനേഷൻ അറിയാമല്ലോ. ബെല്ലിംഗ്ഹാം ആ 1-2 കളിച്ച് ബോക്സിലേക്കാണ്ട് കയറുന്ന മനുഷ്യനാണ്. അപ്പം ബെല്ലിംഗ്ഹാമും എംബാപ്പയും തമ്മിലുള്ള കോമ്പിനേഷൻ ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ്. കഴിഞ്ഞ മാച്ചിലും നമ്മൾ കണ്ടു. കഴിഞ്ഞ മാച്ചിലൊക്കെ കിടിലം പെർഫോമൻസാണ് എംബാപ്പെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം എംബാപ്പെ ഓൺ ഫയറാണ് നിലവിൽ. ആൾ സ്കോർ ചെയ്യാനുള്ള ഒരു മോഡിലാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. പിന്നെ നമ്മൾ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ വിനീഷ്യസ് ജൂനിയർ പറയേണ്ട ആവശ്യമില്ല. വിനീഷ്യസിനെ പോക്കറ്റിലാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ടാസ്ക്കാണ്. അതൊരു ഹിമാലയൻ ടാസ്ക്കാണ്. കഴിഞ്ഞൊരു മാച്ചിൽ ഫസ്റ്റ് ഹാഫിൽ മഫിയെ ചൊറിഞ്ഞ് കുറച്ച് നേരം പിടിച്ച് നിർത്തിയെന്ന് വെക്കാം. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ആൾ നന്നായിട്ടൊക്കെ കളിക്കുന്നുണ്ട്. സോ വിനീഷ്യസ് ഭയങ്കര തലവേദന ആവും കൂണ്ടേക്ക്. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂണ്ടേനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാം. പിന്നെ റോഡ്രിഗോ അണ്ടർ റേറ്റഡ് ആണ്. ഈ ഒരു സീസണിൽ കിടിലം പെർഫോമൻസാണ് റോഡ്രിഗോ എല്ലാ മാച്ചിലും ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെമിയിലും ആൾ ഗോൾ നേടിയിട്ടുണ്ട്. അപ്പം അപ്രിസിയേഷൻ കുറച്ച് കിട്ടുന്ന പ്ലെയറാണ് ഈ റോഡ്രിഗോ. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന് ഡിസേർവ് ചെയ്യുന്ന അപ്രിസിയേഷൻ പലപ്പോഴും കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. സോ റോഡ്രിഗോ ഉണ്ട്. അപ്പം അതാണ് അവരുടെ ഒരു സ്ക്വാഡ്. ഇതിൽ തന്നെ ഇപ്പോൾ ലൂക്ക മോഡ്രിച്ച് ഉണ്ടാവില്ല എന്നാണ് കേൾക്കുന്നത്. അവർക്ക് ബെഞ്ചിൽ നിന്ന് വരാൻ ഗ്യൂളർ ഉണ്ട്, അതുപോലെ തന്നെ ബ്രാഹിം ഡയാസ് ഉണ്ട്. ബ്രാഹിം ഡയാസ് എന്തായാലും ബെഞ്ചിൽ നിന്ന് വന്ന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ആളാണ്. സോ ബ്രാഹിം ഡയാസ് എന്തായാലും ഒന്ന് ബെഞ്ചിൽ നിന്ന് ഒരു ക്യാമിയോ നടത്തിപ്പോവും, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അതാണ് റയലിൻ്റെ സ്ക്വാഡ്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു 11നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു ടോപ്പ് 11 തന്നെ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അപ്പം അവരുടെ 11 അത്യാവശ്യമല്ലോ ഉണ്ട്. സെൻറ്റർ ബാക്കിലുള്ള പ്രശ്നങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ എല്ലാം തികഞ്ഞ പ്ലെയേഴ്സ് ഉണ്ട്. അറ്റാക്കിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ ബാഴ്സൻ്റെ കേസ് പറയുന്ന സമയത്ത് ഗോൾ കീപ്പറായിട്ട് പെന ഓർ സെസനി എന്നുള്ളൊരു ടോക്സ് ഉണ്ട്. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇനാക്കി പെനനെയാണ്. ഓക്കെ, കാരണം നമ്മൾ ബാഴ്സലോണ സ്വാഭാവികമായിട്ടും ഹൈലൈൻ കളിക്കുന്ന സമയത്ത് ലോങ് ബോൾസ് റൂഡിഗറിൻ്റെ സൈഡിൽ നിന്നൊക്കെ വരും. സോ ഔട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വല്ലാണ്ട് വരും. അപ്പോൾ ഈ സെസനി ഔട്ട് ചെയ്യാൻ അത്ര കംഫർട്ടായിട്ടുള്ള അല്ലെങ്കിൽ അത്ര ഔട്ടിങ്ങൊക്കെ നടത്തി പരിചയമുള്ളൊരു ഗോൾ കീപ്പറല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അല്ല. ഇപ്പം ഞാൻ ചിലവരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ആൾ യുവൻറ്റസിലാണെങ്കിലും ഔട്ട് ചെയ്യുന്ന ആളല്ലായിരുന്നു, റോമയിലായിരുന്നപ്പോഴും അല്ലായിരുന്നു. സോ അതാണ്. അപ്പം ഔട്ടിങ് ഭയങ്കര ക്രൂഷ്യലാണ്. ഇനാക്കിപ്പൻ ആരോ ഔട്ടിങ്ങിൻ്റെ കാര്യത്തിൽ പെർഫെക്റ്റ് ആണ്. അത്യാവശ്യം നന്നായിട്ട് കയറി വന്ന് ആക്യുറേറ്റ് ആയിട്ട് വലിയ മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതെ ഔട്ടിങ് നടത്താൻ പറ്റുന്ന ഒരാളാണ് ഇനാക്കിപ്പനെ. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇനാക്കിപ്പനെയാണ്. ആ ഒരു പോസ്റ്റിൻ്റെ മുമ്പിൽ 1v1 സിറ്റുവേഷനിലേക്ക് ചിലപ്പം എന്തായാലും എക്സൽ ചെയ്യാൻ സെസനിക്ക് പറ്റും. പക്ഷേ ഈ ഒരു ഹൈലൈൻ കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആൾ എക്സ്പോസ്ഡ് ആയി പോവോ എന്നുള്ള ഒരു പേടി എനിക്കുണ്ട്. പിന്നെ കഴിഞ്ഞ മാച്ചിൽ തന്നെ ആളുടെ അടുത്തൊരു ചെറിയൊരു എറർ വന്നു, പക്ഷേ ആൾ തന്നെ അത് റിക്കവർ ചെയ്തു എന്നുള്ളതാണ്. സോ സെസനി ആകുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുക എന്തായാലും ഇനാക്കിപ്പനാണ് എൻ്റെ ഒരു ചോയ്സിൽ. അപ്പം ഔട്ടിംഗ് എന്നുള്ളത് ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് തന്നെ എടുത്തു എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, പിന്നെ സെൻറ്റർ ബാക്സ് ആയിട്ട് നമുക്കവിടെ ഇനീഗോയും കുബാർസി ഉണ്ടായിരിക്കുക. എന്തായാലും അറാഹോ ഈ ഒരു മാച്ചിലേക്ക് തിരിച്ചെത്തൂല എന്നാണ് കേൾക്കുന്നത്. രണ്ടാളും അത്യാവശ്യം സോളിഡാണ്. ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് ആ ഓഫ് സൈഡ് ട്രാപ്പ് എങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഐഡിയയുമായിട്ടായിരിക്കും റയൽ വരിക. സോ ബിവെയർ എന്നാണ് പറയാനുള്ളത്. പിന്നെ പിന്നെ ആ ഒരു ഡിഫൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റിൽ ബാൾഡെ ഉണ്ടായിരിക്കും, റൈറ്റിൽ കൂണ്ട ഉണ്ടായിരിക്കും. പിന്നെ സെൻറ്റർ ബാക്കുകളെ കുറിച്ചൊരു കാര്യം കൂടെ പറയുവാണെങ്കിൽ രണ്ടാളും നല്ല ഫോമിലാണ് കളിക്കുന്നത്. ഇവർ സ്റ്റെപ്പ് അപ്പ് ചെയ്യണം ഈ ഒരു ഹെവി അറ്റാക്കിനെതിരെ. നിലവിൽ വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഈ ഒരു റയലിൻ്റെ അറ്റാക്കിംഗ് നിര എന്ന് പറയുന്നത്. ആ ഒരു റോഡ്രിഗോ,
ബെല്ലിംഗ്ഹാം, വിനീഷ്യസ് ജൂനിയർ, പിന്നെ അവരുടെ തൊട്ട് ബാക്കിൽ അവിടെ ബെല്ലിംഗ്ഹാം ഉണ്ട്. അപ്പം ഇവർ ഭയങ്കര ഡേഞ്ചറസ് ആണ്. സോ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് പെർഫോം ചെയ്യണം. എന്തെങ്കിലും എറേഴ്സ് വരുത്തി കഴിഞ്ഞാൽ കഥ കഴിഞ്ഞു. ഇടയ്ക്ക് ഡിഫൻസ് എറർ വരുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സോ എറർ വരുത്താതെ നല്ല രീതിക്ക് ഡിഫെൻഡ് ചെയ്യുക, കൃത്യമായിട്ട് ബോൾ റിക്കവർ ചെയ്യുക. അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല ഉള്ളത് കുബാർസിക്കാണ്. കുബാർസി പലപ്പോഴും പിന്നോട്ട് ഓടിയിട്ട് ബോൾ റിക്കവർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നാളെ നമുക്ക് കാണേണ്ടി വരും. കാരണം അറിയാലോ, ഓഫ് സൈഡ് ട്രാപ്പ് എങ്ങനെ പൊട്ടിക്കണം എന്ന് അവർ പഠിച്ച് വരും. സോ നമ്മളെ ഹൈലൈൻ അവർ പല തവണ പൊളിക്കും. അപ്പോൾ നമ്മളത് എങ്ങനെ ഡിഫെൻഡ് ചെയ്യും, അവരുടെ ക്വിക്ക് കൗണ്ടേഴ്സിന് നമ്മൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും, നമ്മളെ സെൻറ്റർ ബാക്സ് എങ്ങനെ ആക്ട് ചെയ്യും എന്നുള്ളത് ഭയങ്കര ക്രൂഷ്യലാണ്. പിന്നെ വിനിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവരിങ്ങനെ പറന്നു പോവും. നമ്മൾ ഫൗൾസ് കമ്മിറ്റ് ചെയ്യാതിരിക്കുക, ബ്ലണ്ടേഴ്സ് കമ്മിറ്റ് ചെയ്യാതിരിക്കുക ബാഴ്സേൻ്റെ ഡിഫൻഡേഴ്സ്, സെൻറ്റർ ബാക്കുകൾ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ റൈറ്റ് ബാക്കിൽ കൂണ്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂണ്ട ഒരു അല്പം ഡിപ്പാണ്. സീസണിൻ്റെ തുടക്കത്തിലൊക്കെ ആൾ ഫുൾ സോൾഡായിട്ട് കളിച്ച മനുഷ്യനാണ്. പക്ഷേ വീക്ക് ഇൻ ആൻഡ് വീക്ക് ഔട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെറ്റീഗ് വരും, സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പം അങ്ങനത്തെ ഒരു കൂണ്ടയാണ് അവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ മാച്ചിലാണെങ്കിലും ഇപ്പോൾ ഫസ്റ്റ് ഹാഫിലൊക്കെ ആണെങ്കിൽ ഒരു ബോൾ വാച്ചിങ് ടെൻഡൻസി, അല്ലെങ്കിൽ ഒരു മിസ് പാസ് കൊടുക്കാനുള്ള ടെൻഡൻസി, അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം കൂണ്ടെ ഒരല്പം ഡിപ്പാണെന്നുള്ളതാണ് ഒരു ഫാക്റ്റ്. പക്ഷേ ആൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. ആസ് എ ബാഴ്സ ഫാൻ എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കുകയാണെങ്കിൽ ആൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യാതെ ഒരു രക്ഷയില്ല. കാരണം ആ സൈഡിൽ കളിക്കുന്നത് ആരാണ്? ആ സൈഡിൽ കളിക്കുന്നത് വിനീഷ്യസ് ആണ്. പിന്നെ ലെഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് ബാൾഡേക്ക് അവിടെ ഓവർലോഡാണ്. നമുക്കൊരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങർ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ബാൾഡെ എന്തായാലും ഡിഫെൻസീവ്ലി സോൾഡായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരാളാണ്. കൃത്യമായിട്ട് ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റുന്ന ആളാണ്. സോ അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. അതുപോലെ ആൾ കൃത്യമായിട്ട് മേലോട്ടും പോകണം. ഇപ്പോൾ ഈ ബാൾഡേൻ്റെ സൈഡിൽ പറയുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു നാച്ചുറൽ ലെഫ്റ്റ് വിങ്ങർ ഇല്ലാത്തതുകൊണ്ട് ബാൾഡേക്ക് ആവശ്യത്തിനുള്ള സപ്പോർട്ട് പലപ്പോഴും ആ ലെഫ്റ്റ് സൈഡിൽ കിട്ടില്ല. അതായത് കൃത്യമായിട്ട് ആ ഒരു ഓവർലാപ്പിംഗ് റൺസ് നടത്താൻ വേണ്ടിയിട്ട് ഒരാളില്ല. പിന്നെ പലപ്പോഴും അവിടെ ഈ ബാൾഡെ ഐസൊലേറ്റ് ആയി പോവാണ്. അപ്പോൾ ഇങ്ങനെ ഐസൊലേറ്റ് ആയി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റക്കായി, പിന്നെ നമുക്കവിടെ കൂടുതലൊന്നും ചെയ്യാനില്ല. പിന്നെ ഓൺ ദ പേപ്പർ റഫിഞ്ഞ ലെഫ്റ്റ് വിങ്ങിൽ ഉണ്ടെങ്കിൽ പോലും ഒരു ലെഫ്റ്റ് വിങ്ങർ അടുത്ത് വരേണ്ട സർവീസൊന്നും റഫിഞ്ഞിൻ്റെ അടുത്ത് വരുന്നില്ല. അതല്ല അദ്ദേഹത്തിൻ്റെ റോളും. ഓക്കെ, അപ്പം ബാൾഡേൻ്റെ സൈഡ് ക്രൂഷ്യലാണ്. അപ്പോൾ ബാൾഡേനെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുമോ? കാരണം ബാൾഡെ അറ്റാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ കവർ കൊടുത്തില്ലെങ്കിൽ, ബാൾഡേക്ക് കൃത്യമായിട്ട് കവർ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ റോഡ്രിഗോ കിടന്ന് വിളയാടും. നമ്മൾ വിനിനെ പൂട്ടിയാലും എംബാപ്പനെ പൂട്ടിക്കഴിഞ്ഞാലും ഈ റോഡ്രിഗോ എന്ന് പറയുന്ന മനുഷ്യൻ കിടന്ന് വിളയാടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓക്കെ, അപ്പം നമ്മൾ ഡിഫൻസിനെ കുറിച്ച് അതാണ് പറയാനുള്ളത്. പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഗാവി ഉണ്ട്, പെഡ്രി ഉണ്ട്, അതുപോലെ കസാഡോ ഉണ്ട്. കസാഡോ ഒക്കെ സോളിഡ് പെർഫോമൻസുകളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഗാവി ഇഞ്ചുറിക്ക് ശേഷം ഗാവിയായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. പെഡ്രി നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത് ഭയങ്കര ഹോപ്പാണ്. അപ്പോൾ നമ്മുടെ മിഡ്ഫീൽഡിൽ നിന്ന് നല്ല പാസുകൾ വരും. അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം ഡ്യുവൽസൊക്കെ വിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. കാരണം കസാഡൊക്കെ അറിയാലോ എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് അറിയാം. പിന്നെ ഗാവിൻ്റെ ഒരു അഗ്രഷൻ, ഗാവി പുറത്തെടുക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമാണ്. പിന്നെ പെഡ്രിൻ്റെ ക്രിയേറ്റിവിറ്റി അത് ഭയങ്കര അത്യാവശ്യമാണ്. പെഡ്രിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഗോളൊക്കെ നാളെ വന്നാൽ നൈസായിരിക്കും. എനിവേ പെഡ്രി ലോക്കായി പോകരുത്. പെഡ്രിക്ക് കളിക്കാനുള്ളൊരു ഫ്രീഡം അവിടെ കിട്ടിയാലാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയാലാണ് നമുക്ക് നാളെ നന്നായിട്ട് കളിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പെഡ്രി ലോക്കായി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. പിന്നെ അറ്റാക്കിംഗ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ലെഫ്റ്റിലെ റഫീഞ്ഞ കുറച്ച് മാച്ചുകളിൽ ഫിനിഷിങ് ഡിപ്പാണെങ്കിൽ പോലും നാളെ ആൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ സ്ട്രൈക്കറായിട്ട് ലെവൻഡോസ്കിനെ കുറിച്ചാണ് പറയേണ്ടത്. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസ് മിസ്സാക്കിയ പ്ലേയേഴ്സിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ലെവൻഡോസ്കി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ നാളെ ലെവൻഡോസ്കി സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. കഴിഞ്ഞൊരു മാച്ചിലൊക്കെ ലെവൻഡോസ്കി ഭയങ്കര വീക്കായിരുന്നു. സോ അതാണ് പ്രശ്നം. ലെവൻഡോസ്കി വീക്കായി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്ക് ട്രോഫിയും കിട്ടൂല, ഒന്നും കിട്ടൂല. നാളെ ലെവൻഡോസ്കിൻ്റെ അടുത്ത് ഗോള് വരണം, അല്ലെങ്കിൽ ബാഴ്സ 100% മാച്ച് തോറ്റുപോകും. ഇപ്പം യമാൽ ഒരു യങ് പ്ലെയറാണ്. അപ്പം യമാലിൻ്റെ ഫിനിഷിങ്ങിന് പരിമിതികളുണ്ട്. ആൾ സെറ്റായി വരുന്നേ ഉള്ളൂ. ഫിനിഷിങ്ങൊക്കെ ആൾ ഫിനിഷ് ചെയ്യൂല എന്നല്ല. പക്ഷേ നമ്മുടെ ടീം ഗോൾ സ്കോറിങ്ങിൽ പ്രധാനമായിട്ടും റിലേ ചെയ്തിട്ടുള്ള രണ്ടാളുമേയല്ല, ഒന്ന് റഫീഞ്ഞ, മറ്റൊന്ന് ലെവൻഡോസ്കി. സോ ഇവർ സ്റ്റെപ്പ് അപ്പ് ചെയ്യാതെ രക്ഷയില്ല. ഇപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് കളിക്കുന്ന ഒരാളാണ് റഫീഞ്ഞ. അപ്പം റഫീഞ്ഞക്ക് ഒരു ചെറിയ ഡിപ്പ് ഫിനിഷിങ്ങിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ക്ലാരിഫൈ ചെയ്യണം. കാരണം റയലിനെതിരെ ചിലപ്പോൾ നമുക്ക് കുറച്ച് ചാൻസുകൾ തുറന്ന് കിട്ടുള്ളൂ. അപ്പോൾ ആ ചാൻസസ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കാര്യമില്ല. പിന്നെ നോക്കുവാണെങ്കിൽ
യമാൽ അറിയാലോ, യമാൽ എങ്ങനെയാലും പെർഫോം ചെയ്യും. സോ ഇനി യമാലിനെ പൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഫോർമുല അവർ കൊണ്ടുവരുമെന്ന് കണ്ടറിയണം. ആ ഒരു ലെഫ്റ്റ് സൈഡിൽ, അതായത് ബാഴ്സൻ്റെ റൈറ്റ് സൈഡ്, റയലിൻ്റെ ലെഫ്റ്റ് സൈഡ്, അവിടെ ഉണ്ടായിരിക്കുക ഒന്ന് കമവിങ്കയും പിന്നെ മെൻഡിയും ആണ്. സോ അവർ വല്ല വിദഗ്ധ പ്ലാനുമായിട്ട് വരുമെന്ന് കണ്ടറിയണം. അതാണ്, യമാലാണ് നമ്മുടെ സൈഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ ത്രെറ്റ് നാളെ പൊസസ് ചെയ്യാൻ പോകുന്ന പ്ലെയർ എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. സോ അതാണ് രണ്ട് ടീമിൻ്റെ ഒരു 11 ഏകദേശം പ്ലെയേഴ്സിനെ കുറിച്ചൊക്കെ എനിക്ക് പറയാനുള്ളത്. പിന്നെ മാച്ചപ്സ് നോക്കുവാണെങ്കിൽ വിനീഷ്യസ് വേഴ്സസ് കൂണ്ടെ, ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ വിനീഷ്യസിന് അവിടെ എങ്ങനെ ആയാലും ഒരു എഡ്ജ് ഉണ്ട്. ലോകത്ത് ഏത് ഡിഫൻഡർക്കെതിരെ കളിക്കുവാണെങ്കിലും വിനീഷ്യസിന് എഡ്ജ് ഉണ്ട്, നോ ഡൗട്ട്. പക്ഷേ കൂണ്ടെ കുറച്ച് ഡിപ്പിലൂടെ ആയതുകൊണ്ട് വിനീഷ്യസിന് കുറച്ചധികം എഡ്ജ് ഉണ്ട്. പിന്നെ അടുത്തൊരു മാച്ചപ്പ് വരുന്നത് ഈ മെൻഡി വേഴ്സസ് ലാമിൻ യമാലാണ്. സോ അവിടെ യമാൽ ഡോമിനേറ്റ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആസ് എ ബാഴ്സ ഫാൻ എന്നുള്ള നിലക്ക്. പിന്നെ കൂണ്ടെ വേഴ്സസ് വിനി ടഫാണ്. മേ ബി വിനി അവിടെ ഡോമിനേറ്റ് ചെയ്തേക്കാം. എനിവേ വിനിനെ കൊണ്ട് സ്കോർ ചെയ്യിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ബാഴ്സ ചെയ്യേണ്ടത്. സോ അത് ബാഴ്സ അവിടെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത് നമ്മൾ കണ്ടറിയണം. എനിവേ കൂണ്ടയ്ക്ക് ഭയങ്കര ടഫ് ഓപ്പണൻ്റ് തന്നെയാണ് വിനീഷ്യസ്, സംശയമില്ല. എസ്പെഷ്യലി കൂണ്ടെ കുറച്ച് ഡിപ്പായി നിൽക്കുന്ന സമയത്ത്. അപ്പം അത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഒരു മാച്ചപ്സ് നമുക്ക് കാണാനുള്ളത്. പിന്നെ നമ്മുടെ ബാൽഡെ വേഴ്സസ് റോഡ്രിഗോ ഉണ്ട്. സോ അതെങ്ങനെ ആവും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. റോഡ്രിഗോ നല്ല ഫോമിലാണ്, പക്ഷേ ബാൽഡെ ഡിഫെൻസീവ്ലി സോൾഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ സംഭവം നമുക്ക് എങ്ങനെയെങ്കിലും പൂട്ടാൻ പറ്റുമെന്ന് വിചാരിക്കാം. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ട് ടീമിൻ്റെയും മിഡ്ഫീൽഡ് അത്യാവശ്യം സ്ട്രോങ് ആണ്. റയലിന് ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയലിൻ്റെ സൈഡിൽ അവർക്ക് അത്യാവശ്യം ഗോളടിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അതായത് അവർക്കിപ്പം വിനീഷ്യസ് ഗോളടിക്കും, എംബാപ്പെ ഗോളടിക്കും, റോഡ്രിഗോ ഗോളടിക്കും. വേണമെങ്കിൽ ബെഞ്ചിൽ നിന്ന് വന്നാൽ ചിലപ്പോൾ ബ്രാഹിം ഡിയാസ് അടിക്കും, വൽവേർഡെ അടിക്കും, ബെല്ലിംഗ്ഹാം അടിക്കും, വേണമെങ്കിൽ കമവിങ്ക അടിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ ഗോൾ സ്കോറേഴ്സ് ഉണ്ട് റയലിന്. സോ അവർക്ക് ഗോൾ എങ്ങനെയെങ്കിലൊക്കെ വരും എന്ന് വിചാരിക്കാം. ഇപ്പോൾ അവർ ബാഴ്സക്കെതിരെ അവർക്ക് കുറച്ച് ചാൻസാണ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും, അതായത് ഇപ്പോൾ 2-3 നല്ല ചാൻസ് കിട്ടിയാലും അതിലൊന്ന് സ്കോർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി അവർക്കുണ്ട്. വേൾഡ് ക്ലാസ് ഫിനിഷേഴ്സ് ആണെല്ലാം. വിനീഷ്യസ് ആണെങ്കിലും ബെല്ലിംഗ്ഹാം ആണെങ്കിലും റോഡ്രിഗോ ആണെങ്കിലും എംബാപ്പെ ആണെങ്കിലും എല്ലാവരും വേൾഡ് ക്ലാസ് ഫിനിഷേഴ്സാണ്. സോ അതാണ് ബാഴ്സ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇവന്മാരുടെ ഫിനിഷിങ്ങിൻ്റെ ആക്യുറസിയൊക്കെ അത്യാവശ്യം കൊള്ളാം. പക്ഷേ ബാഴ്സൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചാൻസസ് ഒട്ടും ക്യാപിറ്റലൈസ് ചെയ്യുന്നില്ല. ആ ഒരു സെമി 2 ഗോൾ ജയിച്ചു എന്ന് പറഞ്ഞാൽ പോലും എത്ര ചാൻസാണ് കിട്ടി? 5 ഗോൾ 6 ഗോൾ സുഖമായിട്ട് അടിക്കാനുള്ള ചാൻസ് കിട്ടുന്നുണ്ട്. സോ ചാൻസസ് ബാഴ്സ ക്യാപിറ്റലൈസ് ചെയ്യുന്നില്ല. അതാണ് നാളെ ക്രൂഷ്യലാകാൻ പോകുന്നത്. ആസ് എ ബാഴ്സ ഫാൻ എന്നുള്ള നിലക്ക് എൻ്റെ ഒരു പ്രഡിക്ഷൻ ഞാൻ പറയാം. അതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. അതായത് ഞാൻ വിചാരിക്കുന്നത് ബാഴ്സ കിട്ടുന്ന ചാൻസുകൾ ക്യാപിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാ ചാൻസും അല്ല, അത്യാവശ്യം ചാൻസുകൾ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബാഴ്സക്ക് മാച്ചിലൊരു വിജയം കണ്ടെത്താൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ക്യാപിറ്റലൈസ് ചെയ്താൽ മാത്രം പോരാ, അപ്പുറത്ത് പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ വേണം. കാരണം മറ്റേ തിരമാല ആർത്തിരമ്പി വരുന്ന പോലെയാണ് റയലിൽ അറ്റാക്ക് വരിക. സോ അവിടെ പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യണം, കാമായിട്ട് നിൽക്കണം, ഡിഫൻഡേഴ്സ് ബ്ലണ്ടർ കാണിക്കരുത്. അപ്പോൾ എൻ്റെ ഒരു പ്രഡിക്ഷൻ ബാഴ്സ സംഭവം വിജയിക്കും എന്നാണ്. ഞാൻ സ്കോറൊന്നും പറയുന്നില്ല, ബാഴ്സ വിജയിക്കുന്നതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. നിങ്ങളുടെ ഒരു പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ. അപ്പോൾ കഴിഞ്ഞൊരു മാച്ച് നോക്കുവാണെങ്കിൽ 4-0 ബാഴ്സ ജയിച്ചു. പക്ഷേ അറിയാലോ, സിറ്റുവേഷൻസ് ഒരുപാട് മാറി. കഴിഞ്ഞ സൂപ്പർ കോപ്പ ഡി എസ്പാനിൻ്റെ സെമിയിൽ ബാഴ്സയും റയലും ഏറ്റുമുട്ടി. അപ്പം റയൽ മാഡ്രിഡാണ് ജയിച്ചത്. ടോട്ടലി സൂപ്പർ കോപ്പ ഡി എസ്പാനിൽ ഏറ്റവും കൂടുതൽ ട്രോഫി നേടിയിട്ടുള്ളത് ബാഴ്സലോണയാണ്. 2ാം സ്ഥാനത്താണ് റയലുള്ളത്. ബാഴ്സക്ക് 14, റയലിന് 13. നാളെ ജയിച്ചു കഴിഞ്ഞാൽ റയലിന് 14 ട്രോഫി അടിച്ചിട്ട് ബാഴ്സൻ്റെ ഒപ്പം എത്താം. ബാഴ്സ ജയിച്ചു കഴിഞ്ഞാൽ ബാഴ്സക്ക് 15 ട്രോഫി ആവും. അപ്പോൾ അതാണ് സൂപ്പർ കോപ്പ ഡി എസ്പാനിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത് അറിയാലോ, മിഡ് സീസണിലാണ് നടക്കുന്നത്. സോ ബാഴ്സക്ക് ഇത് ജയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, രണ്ട് ടീമിൽ ആർക്ക് ജയിക്കാൻ പറ്റിക്കഴിഞ്ഞാലും അത് റെസ്റ്റ് ഓഫ് സീസണിലേക്കുള്ള ഒരു നല്ല ബൂസ്റ്റ് ആയിരിക്കും. ആ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും, എസ്പെഷ്യലി ബാഴ്സലോണയ്ക്ക് UCL ഒക്കെ വരാൻ പോവുകയാണ്. സോ ആ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനൊക്കെ ഈ ഒരു വിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൽ ക്ലാസിക്കോൻ്റെ വാല്യൂ അറിയാലോ, അതാണ്. ഇപ്പം വൽവേർഡെ പറഞ്ഞത് ആ ഒരു 4-0 തോൽവിക്ക് ശേഷം ആൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നാണ്. അതാണ് ഈ ഒരു എൽ ക്ലാസിക്കോൻ്റെ പ്രത്യേകത. അത്രയും ഹീറ്റഡ് ആയിട്ടുള്ള റൈവലറിയാണ് അത്. പ്ലെയേഴ്സിനെ ജയിച്ചാലും തോറ്റു കഴിഞ്ഞാലൊക്കെ, ജയിച്ചാൽ ഭയങ്കര ബൂസ്റ്റായിരിക്കും, തോറ്റു കഴിഞ്ഞാൽ വല്ലാണ്ട് ഡിപ്പാവും. ബാഴ്സക്ക് ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു സീസണെ വല്ലാണ്ട് അങ്ങോട്ട് ബാധിക്കും.
പിന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം ഡാനി ഓൾമും പാവോ വിക്ടറും ഈ ഒരു മാച്ചിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ നോക്കുവാണെങ്കിൽ ലെവൻഡോസ്കി സെക്കൻഡ് ഹാഫ് 60-65 മിനിറ്റായിട്ടും പ്രോപ്പറായിട്ട് ബോൾ ഫിനിഷ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആളെ സബ് ചെയ്തിട്ട് അവിടെ പാവോ വിക്ടറിനെ കൊണ്ടുവരേണ്ടി വരും. കാരണം കുറേ മാച്ചായിട്ട് ലെവ ഭയങ്കര പാത്തറ്റിക്കാണ്. ആളുടെ ഫിനിഷിങ് ഭയങ്കര മോശമായിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലും നമ്മൾ കണ്ടതാണ്. പിന്നെ നമുക്ക് ബാക്കപ്പ് എന്ന് പറയാനുള്ള ആകെയുള്ളൊരു മനുഷ്യൻ എന്ന് പറയുന്നത് ഈ പാവോ വിക്ടറാണ്. പാവോ വിക്ടറിൽ നമ്മൾ ചിലപ്പം കുറച്ച് വിശ്വാസം ഈ ഒരു മാച്ചിൽ അർപ്പിക്കേണ്ടി വരും. യങ് പ്ലെയറാണ്, പക്ഷേ എൽ ക്ലാസിക്കോ ആണ് മേ ബി ഡെലിവർ ചെയ്തേക്കാം. അറിയാമല്ലോ, എൽ ക്ലാസിക്കോൻ്റെ സ്പിരിറ്റൊക്കെ ഡിഫറെൻ്റ് ആണ്. പിന്നെ ചിലപ്പോൾ ഞാൻ റോളോ സെൻസിയോനെ റയൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയില്ല. ആൾ കുറച്ച് അഗ്രസീവായിട്ടുള്ള പ്ലെയറാണ്. കറക്റ്റ് എൽ ക്ലാസിക്കോ കളിക്കാൻ പറ്റിയ ഒരു മുതലാണ്. ഓക്കെ, പിന്നെ അതുതന്നെയാണ് പറയാനുള്ളത്. അപ്പം ടോട്ടലി ഈ ഒരു എൽ ക്ലാസിക്കോനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങളുടെ പ്രിവ്യൂ എന്നുള്ള നിലക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം, മാച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, എൻ്റെ ഒരു പ്രഡിക്ഷൻ ബാഴ്സ ജയിക്കുന്നതാണ്. റയലിനെ ഒട്ടും കുറച്ച് കാണുന്നില്ല, പക്ഷേ ആസ് എ ബാഴ്സ ഫാൻ എന്നുള്ള നിലക്കാണ് ഞാൻ ഈ ഒരു പ്രഡിക്ഷൻ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.